Hello friends, Namaskaram. Mallaath kitchenilekku swagatham. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ്, ഒരു സ്ട്രീറ്റ് ഫുഡാണ് അത്തോ. ഈ അത്തോ ചെയ്യണം, അത് ബർമയിലാണ് ഇതിൻ്റെ ഫേമസ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാവിടെയും ചെന്നൈയിലൊക്കെ ഭയങ്കര ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ആദ്യമായിട്ട് ബേജോ റെഡിയാക്കാം നമുക്ക്. അത് റെഡിയാക്കാൻ വേണ്ടത് കടലപ്പരിപ്പ് ഞാൻ ഒരു കപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നല്ലപോലെ ഒരു 2 മണിക്കൂർ നല്ലപോലെ കുതിർത്തി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലൊന്ന് ഒരു അട മാതിരി നമുക്ക് എണ്ണ ഒഴിച്ച് തട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കടലപ്പരിപ്പ്. അപ്പോൾ അതെടുത്തൊന്ന് അരച്ചെടുക്കാം. അത് ആദ്യം തന്നെ കുറച്ച് ഒരു കപ്പ്, ഇതിലൊരു കപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് കുറച്ചെടുത്തിട്ട് നമുക്ക് അരയ്ക്കാൻ റെഡിയാക്കാം. കുറച്ചെടുത്ത് അരയ്ക്കാൻ റെഡിയാക്കി. ഇനി ബാക്കിയുള്ളത് കുറച്ച് പരിപ്പ് അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 2 ഉണക്കമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് ഉപ്പിട്ട് അരയ്ക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അരച്ച് റെഡിയാക്കി ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിരുന്നല്ലോ, ആ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് അരിപ്പൊടി, ഒരു 6 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് വെള്ളം മാതിരി, ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം മാതിരി കലക്കണം. ഇപ്പോൾ അത് നല്ലപോലെ അരച്ച് കലക്കി വെച്ചു, നല്ല വെള്ളം പോയി കലക്കി വെച്ചു. ഇനി നമുക്ക് തവ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കോരി ഒഴിച്ച് തട്ട മാതിരി ഇങ്ങനെ തട്ടിയെടുക്കാം. ഇങ്ങനെ വെള്ളം മാതിരി കലക്കി, ഇങ്ങനെ വെള്ളം മാതിരിയാണ് കലക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാനൊരു നോൺ സ്റ്റിക്ക് വെച്ചിട്ട് അതിൽ വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും വന്നില്ല. അപ്പം ഞാൻ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഇട്ടിട്ട് വെച്ചിട്ട് തട്ടമാതിരി തട്ടിയെടുത്തു. നല്ല മൊരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഒരു 5-6 എണ്ണം ഇതേമാതിരി പൊടിച്ച് വെക്കാനാണ്. അപ്പോൾ ഒരു 5-6 എണ്ണം ഇതേമാതിരി എടുക്കാം, തട്ടമാതിരി തട്ടിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു തട്ടമാതിരി ഉള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വരണം, പൊട്ടിക്കുമ്പോൾ സൗണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വരണം. ഇനി ഇത് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് നമുക്കത് റെഡിയാക്കി, അതൊരു വേണ്ട, ഇത് റെഡിയാക്കി വെച്ചു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ചീഞ്ചട്ടി വെച്ചിട്ട് ഒരു 15 വറമുളക്, ഉണക്കമുളക്, നമുക്ക് എരിവ് എങ്ങനെ വേണമെച്ചാൽ, ഇപ്പം ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം കൂടെ എടുക്കാം. ഇപ്പം ഞാൻ ഈ മുളകിനെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് വയ്ക്കാം. അത് റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ ആ 10 മുളകിനെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ച് നല്ലപോലെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചേരുവ എന്താണെന്ന് വെച്ചാൽ പൊട്ടുകടലയും വേർക്കടലയും 4 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വേർക്കടലയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതും പൊടിച്ച് തനിച്ച് വെക്കണം.
ഇപ്പോൾ പൊട്ടുകടലയും വേർക്കടലയും ഇതും പൊടിച്ച് ഒരു ബൗളിലാക്കി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ വെച്ചാൽ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ആ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് എണ്ണ ഒഴിച്ച് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരി വയ്ക്കാം. ഇപ്പോൾ ഉള്ളി നല്ലപോലെ ഫ്രൈ ആയി. ഇനി അത് വേറെ പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വയ്ക്കാം. ഇനി അടുത്തത് എണ്ണ ഒഴിച്ചു. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വേഗം കരിയും, അതുകൊണ്ട് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഞാൻ ചീചട്ടി വെച്ചിട്ട് അതിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളച്ച ഉടനെ ഈ നൂഡിൽസ് എടുത്തിട്ട് വേവിക്കാം. നമുക്ക് ഒരു 1/4 കിലോ നൂഡിൽസ് എടുത്തിട്ടുണ്ട്. 1/4 കിലോ നൂഡിൽസ് കൂടി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തോ റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച ഉടനെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. തിളച്ചു. ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്തോ ചെയ്യാനുള്ളത്. അത് ഞാൻ ഒരു പ്രാവശ്യം കൂടി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം. ഒരു കൈപ്പിടി അളവ് ക്യാബേജ് ഗോസ്, പിന്നെ നമ്മൾ വെളുത്തുള്ളി നല്ല ഫ്രൈ ആക്കിയിട്ട് അത് ആ എണ്ണയോടെ വെച്ചിരിക്കുന്നത് അത്, പിന്നെ ഉണക്കമുളക് നല്ല പോലെ പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് റെഡിയാക്കി വെച്ചത്, പിന്നെ മാതിരി തട്ടിയിട്ട് അതിനെ പൊടിച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ സവാള നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചത്, ഉപ്പുവെള്ളം, ഒരു സവാള നല്ലപോലെ നീട്ടത്തിൽ അരിഞ്ഞു വെച്ചത്, കൊത്തമല്ലി ഇല, പുളിവെള്ളം, ഒരു ലെമൺ സൈസിൽ പുളിയെടുത്ത് നല്ലപോലെ കുതിർത്തി വെച്ചിട്ട് അതിനെ അരിച്ചെടുത്തത് അത് ഒരു ബൗള്, പിന്നെ പൊട്ടുകടലയും വേർക്കടലയും പൊടിച്ച് വെച്ചത് അത് ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് എത്ര വേണോ അത്ര ചേർക്കാം. മെയിനായിട്ടുള്ളത് നൂഡിൽസ് നല്ലപോലെ തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ഉപ്പും കൂട്ടി വേവിച്ച് ഇത് നല്ലപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂട്ടി ഇളക്കിയാൽ നല്ല ഒരു അത്തോ റെഡിയായി. ആദ്യം തന്നെ ഞാൻ നൂഡിൽസ് റെഡിയായി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു കൈപ്പിടി ക്യാബേജ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഫ്രഷ് വെങ്കായം, അത് കഴിഞ്ഞ് നമ്മൾ 2 സവാള നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചത്, പൊട്ടുകടലയും വേർക്കടലയും പൊടിച്ച് വെച്ചത് ഒരു 2 ടീസ്പൂൺ, തട്ട വെച്ചത് അത് പൊടിച്ച് വെച്ചത് അത് ഒരു ചെറിയ ബൗള്, ഉണക്കമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഞാൻ ഒരു 2 സ്പൂൺ ഇടാമെന്ന് വിചാരിച്ചു. എരിവ് വേണ്ടവർക്ക് ഇനി വേണമെങ്കിൽ ഇടാം. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കൊത്തമല്ലി ഇല, പിന്നെ നമ്മൾ വെളുത്തുള്ളി നല്ല ഫ്രൈ ചെയ്ത് വെച്ചാൽ എണ്ണയോട് കൂടിയിട്ടുള്ളത് ഇത് ആകെ 2 സ്പൂൺ ഇതങ്ങനെ ഉള്ളത് അങ്ങനെ ഇടാം. പുളിവെള്ളം, പുളി എത്ര വേണമെന്ന് വെച്ചാൽ അതേമാതിരി. ഇപ്പം ഞാൻ ഒരു 3 സ്പൂൺ ഇടാമെന്ന് വിചാരിച്ചു.
ഇനി ഉപ്പ് വെള്ളം നോക്കിയിട്ട് ചേർക്കാം. നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കടയിൽ പോയാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു എഗ് ബേജോ തരും. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതായി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ചേരുവകൾ നമുക്ക് എന്താണെന്ന് നോക്കിയാൽ കുറച്ച് പുളിവെള്ളം, ഒരു ലേശം പുളിവെള്ളം. അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നന്നായിരിക്കും പുളിവെള്ളം. പിന്നെ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, എന്തൊക്കെ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളി എല്ലാം ചേർക്കാൻ എൻ്റെ കയ്യിൽ ഞാനതില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ളത് മാത്രമാണ് ചേർക്കുന്നത്. ആ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തത് അതും ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊത്തമല്ലി ഇല, കുറച്ച് ഉപ്പ് വെള്ളം. അങ്ങനെ ഈ 3 മുട്ട റെഡിയാക്കി വെക്കാൻ ഞാൻ. അങ്ങനെ ഒരു അടിപൊളി സ്ട്രീറ്റ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. അത്തോൻ്റെ കൂടെ നല്ലൊരു എഗ്ഗ് ബോയിൽ ചെയ്ത് മസാലയൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള അതും അതിൻ്റെ സൈഡ് ഡിഷും റെഡി ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചെന്നൈയിലൊക്കെ നല്ല ഫേവറേറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് ഞാനിത് ചെയ്ത് നോക്കി, നന്നായിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റിൽ അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്തൊരു നല്ല ഡിഷായിട്ട് നിങ്ങളെ കാണാം. താങ്ക് യു.